ബിഗ് ബോസ് ഫസ്റ്റ് റണ്ണറപ്പായ അനീഷിൽ നിന്ന് ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. പുള്ളിക്കാരൻ ഒരു സ്ത്രീവിരോധിയാണ് എന്നുള്ളത് ബിഗ് ബോസിലെ ഹൗസ്മേറ്റ്സ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് ഒട്ടും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് പുള്ളിക്കാരൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ശരിക്കും അനീഷ് ഒരു സ്ത്രീവിരോധി തന്നെ. ബിഗ് ബോസിൽ വരുന്ന മുന്നേ അനീഷ് ക്രൂ മെമ്പേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിവിടെ വരുന്നത് സ്ത്രീകളുടെ പല പ്രിവിലേജസിനെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടിയാണ്. അവർക്ക് അനാവശ്യമായ ഒരുപാട് പ്രിവിലേജസ് ഉണ്ട്, അതെല്ലാം ഞാൻ ബോധവൽക്കരണം ചെയ്യുമെന്നെല്ലാം പറഞ്ഞുകൊണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസിലേക്ക് അനീഷ് കയറിയിരുന്നത്. എന്നാൽ അതെല്ലാം ആശാൻ മറന്നുപോയി. അനീഷിനെ ബിഗ് ബോസിലേക്ക് സെലക്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ അനീഷിനോട് പല ചോദ്യങ്ങൾ ചോദിക്കവെയായിരുന്നു അനീഷ് ഒരു സ്ത്രീവിരോധിയാണെന്ന് അവർക്ക് മനസ്സിലായത്. അന്ന് അവരും അനീഷും തമ്മിൽ ഒരു വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് മെറ്റേണിറ്റി ലീവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു. അനീഷ് ചോദിക്കുന്നത് എന്തിനാണ് സ്ത്രീകൾക്ക് 6 മാസം മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നത് എന്നാണ്. അത് പലപ്പോഴും സ്ത്രീകൾ ഒരു പ്രിവിലേജ് ആയിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആങ്കർ പറഞ്ഞു, തീർച്ചയായും അത് അവരുടെ പ്രിവിലേജ് തന്നെയാണ്. കാരണം പ്രസവിക്കുന്നത് അവരല്ലേ, അതുകൊണ്ട് തന്നെ അതിന്റെ പ്രിവിലേജ് എടുക്കുവാനുള്ള എല്ലാ അവകാശവും അവർക്കില്ലേ എന്ന് ചോദിച്ചു. ഈ സമയം അനീഷ് പറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് സ്ട്രേഞ്ചായി തോന്നിയിരിക്കുന്നത്. സ്ത്രീകൾക്ക് അങ്ങനെ 6 മാസം ലീവ് കൊടുക്കുന്നുണ്ടെങ്കിൽ പുരുഷന്മാർക്കും വേണമെന്ന നിലപാടാണ് അനീഷ് പറയുന്നത്. ഇത് എന്താണ് ഇദ്ദേഹം പറയുന്നതെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല. പുരുഷന്മാർക്ക് ലീവ് കൊടുക്കേണ്ട എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ സ്ത്രീകൾക്ക് മെറ്റേണിറ്റി ലീവ് എന്നത് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലും ചോദ്യം ചെയ്യപ്പെടുക എന്നുള്ളത് എന്തൊരു കഷ്ടമാണ്. ഇദ്ദേഹം ബുക്കുകളെല്ലാം എഴുതുന്ന വ്യക്തിയല്ലേ. ഇദ്ദേഹം എന്താണ് സമൂഹത്തിലേക്ക് പറയുവാൻ ശ്രമിക്കുന്നത്? ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് അവരുടെ കുഞ്ഞുങ്ങളുമായി നിൽക്കുവാൻ കിട്ടുന്ന ഒരേ ഒരു സമയമാണ് മെറ്റേണിറ്റി ലീവ്. അതുപോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു മെന്റാലിറ്റി എനിക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. ഇദ്ദേഹത്തിന് അറിയില്ലേ പ്രസവിച്ചപാടെ അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടുന്നതൊന്നും? ഏറ്റവും നല്ലത് 6 മാസത്തോളം കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുന്നതാണ് നല്ലത് എന്ന് ഏത് ഡോക്ടർമാർ പോലും പറയും. ആ സമയത്ത് കുട്ടികളുമായി കൂടുതൽ അറ്റാച്ച് ആയി കഴിഞ്ഞാൽ അത് അവരുടെ ബുദ്ധി വളർച്ചയ്ക്കും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും ഗുണമേ ചെയ്യുകയുള്ളൂ. ഇതൊന്നും അറിയാത്തൊരു വ്യക്തിയാണോ അനീഷ്? സ്ത്രീകൾക്ക് അവരുടെ കുഞ്ഞുങ്ങളുമായി നല്ല സമയം സ്പെൻഡ് ചെയ്യുവാനായിട്ടാണ് മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നത്. അത് ചോദ്യം ചെയ്യുന്ന അനീഷിന്റെ മെന്റാലിറ്റി സമ്മതിച്ചു പോകണം. ആരൊക്കെയാണ് അനീഷിന്റെ ഈ ഇന്റർവ്യൂ കണ്ടിട്ടുള്ളത് എന്ന് അറിയില്ല. അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളുമാണ് ഇന്റർവ്യൂവിൽ പൊളിച്ചടക്കിയിട്ടുള്ളത്. ഇദ്ദേഹത്തിനോട് ആങ്കർ ചോദിച്ചു, അനീഷിന് എന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ നിങ്ങളെ ഞാൻ ബിഗ് ബോസിലേക്ക് വിളിക്കുന്നത് വെറും 2-3 ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് എന്നുള്ളത്? അത് കേട്ടപ്പോൾ അനീഷ് ഒന്ന് പതറിപ്പോയി. കാരണം അനീഷിനെ വിളിച്ച വ്യക്തിയാണ് അനീഷിന്റെ മുമ്പിലിരിക്കുന്നത്. അപ്പോൾ അനീഷ് പറഞ്ഞു, ഇല്ല പറ്റില്ല എന്ന്. പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു നുണ പറഞ്ഞതെന്ന് അവർ ചോദിച്ചു. അപ്പോൾ അനീഷ് പറഞ്ഞത് ബിഗ് ബോസിനുള്ളിലായപ്പോൾ പല കാര്യങ്ങളും മറന്നുപോയി എന്നാണ്. എന്നാൽ ഇതെല്ലാം അനീഷ് മറക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ജനറൽ നോളജ് ആയിട്ടുള്ളതും PSCക്ക് പ്രിപ്പയർ ചെയ്തതായിട്ടുള്ള പല ചോദ്യങ്ങളും ലാലേട്ടൻ അനീഷിനോട് ചോദിച്ചിട്ടുണ്ട്. മറ്റുള്ള ഹൗസ്മേറ്റ്സിന് കിട്ടാത്ത ഉത്തരങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അനീഷ്. എന്നിട്ട് ഇത്രയും വലിയ ഒരു സംഭവം, തൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു സംഭവം അനീഷ് മറക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ ആങ്കർ തന്നെ പറഞ്ഞു, നിങ്ങളെ എപ്പോഴാണ് വിളിച്ചത്, എന്തെല്ലാമാണ് പറഞ്ഞത്, നിങ്ങൾക്ക് എത്രയെല്ലാം സമയം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതെല്ലാം എനിക്ക് നന്നായി വ്യക്തമായി അറിയാം. കാരണം ഞാനാണല്ലോ നിങ്ങളെ വിളിച്ചത്. അതിനുശേഷം നിങ്ങളുടെ വീട്ടിലെ വീഡിയോസും കൂടാതെ മൈജിയിലെ പ്രീ ഷൂട്ടിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾക്ക് സമയം കിട്ടിയിട്ടുണ്ട്. അത് 1, 2, 3 ദിവസമല്ല, ഒരുപാട് സമയം കിട്ടിയിട്ടുണ്ട് എന്നാണ് പുള്ളിക്കാരി അനീഷിന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്. അനീഷിനെ ഉത്തരം മുട്ടിച്ച ഒരു ചോദ്യം തന്നെയായിരുന്നു അത്. അതുപോലെ തന്നെയായിരുന്നു അനീഷിന്റെ 5 വർഷത്തെ ബിഗ് ബോസിന്റെ പ്രിപ്പറേഷൻ. അനീഷ് ജോലിയിൽ നിന്ന് 5 വർഷത്തെ ലോങ് ലീവ് എടുത്തിരിക്കുന്നത് എന്തിനാണെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. അദ്ദേഹം ഇപ്പോൾ പറയുന്നതും ബിഗ് ബോസിൽ പറഞ്ഞതുമെല്ലാം പല കാര്യങ്ങളാണ്. ഇതിൽ ഏതാണ് സത്യമെന്നുള്ളത് അറിയില്ല. പല ആളുകളും പറയുന്നത് ബിഗ് ബോസിനായി 5 വർഷം മാറ്റിവെച്ചു എന്നാണ്. എന്നാൽ അനീഷ് ഇന്റർവ്യൂവിൽ പറയുന്നത് ഇങ്ങനെയായിരുന്നു. അനീഷിന് നല്ലൊരു ജോലിയുടെ ഓഫർ വന്നു. ആ ഒരൊറ്റ കാരണമാണ് അനീഷ് ജോലി വിടുവാനുള്ള കാരണം. അതിനായിട്ടായിരുന്നു അനീഷ് ലീവ് എടുത്തിരുന്നത്. എന്നിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാൻ വേണ്ടി UAE പോയി. അവിടെ വിസിറ്റിംഗ് വിസ തീരുന്നതുവരെ അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ടും ജോബിന്റെ കാര്യം കൺഫേം ആവാത്തത് കൊണ്ട് തന്നെ നാട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു. 6 മാസത്തോളം ഈ ജോലി തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ അത് നടന്നില്ല. പിന്നെ പലവട്ടം പഴയ ജോലിയിലേക്ക് തന്നെ തിരിച്ചു പോകണമോ എന്ന് ചിന്തിച്ചു നിന്നു. പിന്നീട് വിചാരിച്ചു കൃഷിയിലേക്കും തൻ്റെ ഹോബിയായ എഴുത്തിലേക്കും പോകാമെന്ന്. അങ്ങനെയായിരുന്നു അനീഷ് എഴുതി തുടങ്ങിയത്. എന്നാൽ അനീഷ് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പലപ്പോഴായി എഴുത്തിന് വേണ്ടി മാറ്റിവെച്ചതാണ് തൻ്റെ ജീവിതമെന്നെല്ലാമായിരുന്നു അനീഷ് പറഞ്ഞിരുന്നത്. അല്ലാതെ UAE പോയതും ഇന്റർവ്യൂ ചെയ്തതുമൊന്നും ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമന്റായി പറയുക. അങ്ങനെ ഇരിക്കവെയായിരുന്നു ബിഗ് ബോസിന്റെ ഓഡിഷൻ അറിഞ്ഞത്. ആദ്യ തവണ ട്രൈ ചെയ്തപ്പോൾ അവർ റിജക്ട് ചെയ്യുകയായിരുന്നു. പിന്നീടും ശ്രമിച്ചപ്പോഴാണ് 2ാം തവണയായി ഈ സീസണിൽ അനീഷിന് കയറാൻ കഴിഞ്ഞത്. ആങ്കർ പറഞ്ഞു, ഇത്തവണയും ഞങ്ങൾ നിങ്ങളെ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ അടുത്ത തവണ വരുമെന്നുള്ളത് ഞങ്ങൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് വിചാരിച്ചു എന്തായാലും ഇത്തവണ തന്നെ എടുക്കാമെന്ന്. എന്തായാലും അനീഷിന്റെ പല സ്റ്റേറ്റ്മെന്റ്സിനോടും വളരെയധികം വിയോജിപ്പാണ് തോന്നുന്നത്. നിങ്ങൾക്ക് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന്റെ അപ്ഡേറ്റ്സ് എല്ലാം അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.